നമസ്കാരം. ഇന്ന് നിഷയിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലേഖ IPS ആദ്യത്തെ വനിതാ IPSകാരിയും മുൻ DGPയുമാണല്ലോ. അവരിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു BJP പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചു എന്നതിൻ്റെ പേരിൽ പൊതുനിരത്തിൽ ശ്രീലേഖ IPSൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം അരങ്ങേറുകയുണ്ടായി. ആ സമരത്തിൽ അവർ ഉപയോഗിച്ച ഒരു ഭാഷയുണ്ട്, ഭാഷാപ്രയോഗം പോടാ പുല്ലേ പോലീസേ എന്ന്. അത് പൊതുസമൂഹത്തിൽ മാത്രമല്ല ഔദ്യോഗിക വൃത്തങ്ങളിലും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. സാധാരണ IPS ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാറുണ്ട്. പക്ഷേ അവർ ആശയപരമായ വിയോജിപ്പുകൾ പ്രതിഷേധങ്ങളിലൂടെ രേഖപ്പെടുത്താറുണ്ടെങ്കിലും പൊതുനിരത്തിൽ അമാന്യമായ ഭാഷ ഉപയോഗിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനൊരു മോശം സന്ദേശം നൽകാറില്ല. ഇവർ പോടാ പുല്ലേ പോലീസേ എന്ന് വിളിച്ചത് താൻ തന്നെ ഭാഗമായിരുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് താഴെ തട്ടിലുള്ള പോലീസുകാരുടെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം തന്നെയാണ്. മാത്രമല്ല അത് പോലീസ് സേനയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത ഒരു സംഗതിയാണ്. അവരാ വകുപ്പിൻ്റെ മേധാവിയായിരുന്നു. അപ്പോൾ പിന്നീട് അവർ പറഞ്ഞു ഈ വകുപ്പിൻ്റെ ഭാഗമായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. 1-2 കൊല്ലം അല്ല വകുപ്പിലിരുന്നിട്ട് 10-30 കൊല്ലം ഇരുന്നിട്ട് ഈ വകുപ്പിനെ ഇങ്ങനെ ആക്കിയിട്ടാണല്ലോ മഹതി അവിടെ നിന്ന് ഇറങ്ങിയത് എന്നാണ് ചിന്തിക്കേണ്ടിരുന്നത്. ലജ്ജിക്കുകയല്ല. ഓവർനൈറ്റ് അങ്ങനെ ആയിട്ടല്ല. ഒരു 30 കൊല്ലത്തെ സുദീർഘ സേവനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അടിമുടി കറക്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നും ചെയ്യാണ്ട് പുറത്തു വന്ന് അവരെ പാവപ്പെട്ട പോലീസുകാർ അവർക്ക് തന്നെ അറിയാം ഒന്നും ഔട്ട് ഓഫ് ദെയർ വില്ലല്ല. അവർ ചെയ്യുന്നതൊന്നും തന്നെ അവരെ ഇഷ്ടപ്രകാരമല്ല. അവർക്ക് മേലിന്ന് എന്ത് ആജ്ഞാനുവർത്തികൾ മാത്രമാണ് അവർക്ക് എന്ത് ഓർഡറാണ് കിട്ടുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. വല്ലാതെ റിസ്ക്കാണ്. വളരെ സാഹസികമായിരിക്കും. അവർക്ക് കല്ലേറ് കൊള്ളാം, അവർക്ക് ട്രാൻസ്ഫർ കിട്ടാം, അവർക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാവാം. അതിനെയൊക്കെ മറികടന്ന് അവരത് ചെയ്യുമ്പോൾ ഒരു മുൻ DGP മുന്നിൽ വന്നിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ സേനയ്ക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാവില്ല. അവരെ നോക്കി പോടാ പുല്ലേ പോലീസേ എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ട്രഷറിയിലത്തെ പെൻഷൻ പറ്റി എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊണ്ടാണ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. അത് വളരെ മോശമായി പോയി. വളരെ സ്റ്റാർട്ട്ലിങ്, വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ അല്ല. സാധാരണ വലിയ ഉദ്യോഗസ്ഥരൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാറുണ്ടെങ്കിലും അവർ ഈ താഴെത്തട്ടിൽ പോയിരുന്നിട്ട് പ്രതിഷേധക്കാരുടെ ഒപ്പം നിന്ന് തെറി വിളിക്കാനും കൂവാനൊന്നും പോകാറില്ല. അപ്പോൾ അവരുടെ ഒരു ഗതികേടൊന്നും കൂടി അതൊന്ന് ആലോചിക്കണം. അധികാരത്തിന് വേണ്ടി എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും അവർ ചെയ്യും. അപ്പോൾ ഇവർ സർവീസിലിരിക്കുമ്പോൾ എന്തിനോടൊക്കെ കോംപ്രമൈസ് ആയിട്ടുണ്ടായിരിക്കണം എന്നാലോചിക്കുക. അവർ വട്ടിയൂർക്കാവിലെ കൗൺസിലർ ആയപ്പോൾ തന്നെ ജയിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒരു കൗൺസിലറാവാൻ വേണ്ടി ഞാൻ എന്തായാലും നിൽക്കില്ലല്ലോ, ഞാൻ കോർപ്പറേഷൻ മേയറാവാൻ വേണ്ടിയാണ് നിന്നത്. അങ്ങനെ എനിക്കൊരു ഓഫർ തന്നതിൻ്റെ പുറത്താണ് ഞാൻ നിന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടുന്ന് തൊട്ടിട്ട് പബ്ലിസിറ്റി സ്റ്റണ്ട്സാണ്. ഇവർക്കിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം, അതിന് വേണ്ടി അവർ കാണിച്ചു കൂട്ടാത്ത ഒന്നുമില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് അവരോട് ഭയങ്കര എമ്പതി തോന്നിയിരുന്നു. ഞാൻ എമ്പതൈസ് ചെയ്തിരുന്നു. അവരെ പോലെ ഒരാളെ വെറും ഒരു കൗൺസിലർ ആക്കിയല്ലോ. ജനസേവനത്തിന് അങ്ങനെ പദവികളും അടയാളങ്ങളൊന്നും വേണ്ട.
പക്ഷേ അത് മോഹിച്ചു വരുന്നവർക്ക് അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നീട് അവർ പറഞ്ഞു, അന്ന് അവർ കുറേ ഡ്രാമ ക്യൂനായിരുന്നു, കുറേ നാടകമൊക്കെ കളിച്ചു, അവിടെ നിന്ന് ഇറങ്ങിപ്പോരലും അതൊക്കെ ഉണ്ടായി. അവരോട് അവരെ പ്രീണിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പിന്നീട് അവർക്ക് വട്ടിയൂർക്കാവ് MLA ആക്കാനുള്ള ഓഫർ വന്നപ്പോൾ ഞാനിനി ഒരു ഇലക്ഷന് പോലും നിൽക്കില്ല എന്ന് പറഞ്ഞ കക്ഷിയാണ് അവർ. കാരണം ഞാൻ പ്രധാനമന്ത്രിയുടെ ആദർശമാണ് ഒരാൾ ഒരു ഇലക്ഷനെ നിൽക്കാൻ പാടുള്ളൂ, അത് അധിക ഭാരമാവും, നമ്മുടെ പൊതുഖജനാവിന് അത് നഷ്ടമാവും, ഞാൻ അത്രയും എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയാണ്, അത് എൻ്റെ ആദർശങ്ങൾക്ക് നിരക്കാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് ഞാൻ അഭിമുഖീകരിക്കില്ല, എന്നിൽ ഏൽപ്പിച്ച പണിയുമായി ഞാൻ മുന്നോട്ട് പോട്ടെ, എനിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് വട്ടിയൂർക്കാവ് MLA ആയിട്ട് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി ഓഫീസിൻ്റെ പേരിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവർ ശ്രമിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞതിനെ എന്നെ എത്രമാത്രം ട്രോൾ ചെയ്തു, എന്നെ എത്രമാത്രം പരിഹസിച്ചു, എന്നാൽ പിന്നെ ഞാൻ MLA ആയിട്ട് നിന്നിട്ടുള്ള കാര്യം. അപ്പോൾ അതൊരു സമ്മർദ്ദ തന്ത്രമാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കിട്ടാനുള്ളൊരു സമ്മർദ്ദ തന്ത്രം. ഇപ്പോൾ MLA സ്ഥാനാർത്ഥിയായി അവർ നിന്നു, ഇനി റിസൾട്ട് വരാനിരിക്കുകയാണ്. ജയിക്കട്ടെ, നല്ലത്, ജയിച്ചോ, അവിടം വരെ നമുക്ക് അവരോടൊന്നും യാതൊരു വക വിയോജിപ്പും ഇല്ല. കാരണം അവരർഹിക്കാം, കുറച്ചും കൂടിയൊക്കെ ബെറ്റർ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു MLA നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് നല്ലത്, ജനങ്ങളത് അർഹിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ മാനവികത ഇല്ലാത്ത വിദ്യാഭ്യാസം എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. നൈതികത ഇല്ലാത്ത വിദ്യാഭ്യാസം പദവികളൊക്കെ എന്തിനാണ് എന്നുള്ളതാണ്. ഇതിലും എത്രയോ നന്നായിട്ട് താഴെത്തട്ടിലുള്ള വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ആൾക്കാർ അവിടെ സുദീർഘകാലം അവർക്കൊക്കെ ഒരു അനോണിമസ് ആയിട്ട് ആരാലും അറിയപ്പെടാതെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യർ, അവർക്ക് ഇത്ര വലിയ വാലറ്റ് നിറയെ പെൻഷനും അധികാര ചിഹ്നങ്ങളും അധികാരദണ്ഡും കൊടിയടയാളങ്ങളും ഒന്നുമില്ലാത്ത മനുഷ്യരുടെ ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ സുഖസൗകര്യങ്ങളെല്ലാം തന്നെ. അല്ലാതെ മാനത്തുനിന്ന് പൊട്ടി വീണ ശ്രീലേഖ IPSൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ല നമ്മൾ അനുഭവിക്കുന്നതൊന്നും, നമ്മൾ എൻജോയ് ചെയ്യുന്ന സൗകര്യങ്ങളൊന്നും തന്നെ അത്തരക്കാരുടെ ശ്രമത്തിൻ്റെ ഫലമല്ല. അത്തരക്കാരുടെ ശ്രമം മുഴുവൻ അവരുടെ കുടുംബത്തിന് സൗകര്യങ്ങൾ എങ്ങനെയാണ് കൂട്ടുക, സ്വന്തം പദവികൾ എങ്ങനെയാണ്, ലാഡേഴ്സ് ഓരോന്നും ഓരോ ലാഡറായി കണക്കാക്കുക, അവിടെ ആ പദവിയിലേക്ക് എത്തിച്ചേരാനുള്ള ഏണിപ്പടികളായി കണക്കാക്കുന്നവരാണ്. അവരെ കൊണ്ടൊന്നും എല്ലാം നമുക്കുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും ഒന്നും തന്നെ. അവർ പറയുന്നുണ്ട്, ഈ ഒരു സേനയുടെ ഭാഗമായിരുന്നല്ലോ ഞാൻ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജിക്കുന്നു. എന്തായിരുന്നു അവിടെ പണിയിരുത്തിരുന്നത്? 10-30 വർഷം എന്താ ചെയ്തിരുന്നത്? ഈ സേനയിൽ 30 വർഷം നാട്ടുകാരുടെ നികുതിക്കരവും മേടിച്ചിരുന്നിട്ട് എന്താ ചെയ്തത്? എന്താ അതിനെ ഒരു റിഫോർമേറ്റിംഗ് കൊണ്ടുവരാതിരുന്നത്? എന്താ അവനവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഇല്ലാതിരുന്നത്? അപ്പോൾ അവിടുത്തെ ഈ കക്ഷിയുടെ കോൺട്രിബ്യൂഷൻ ബിഗ് സീറോ എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഉളുപ്പുമില്ലേ ശ്രീലേഖ IPSനെ ഇങ്ങനെ പാവപ്പെട്ട പോലീസുകാരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ ഈ പോടാ പുല്ലേ പോലീസേ എന്നൊക്കെ ഈ ഏറ്റവും താഴെ തട്ടിലെ ആൾക്കാരോടൊപ്പം പോയി അവിടെ പോയിരുന്ന് പ്രതിഷേധിക്കാൻ അവർക്ക് അങ്ങനെ പോടാ പുല്ലേ പോലീസേ എന്ന് അവർ വിളിച്ചു പറയുകയാണെങ്കിൽ ആ പോലീസിൻ്റെ അല്ലെങ്കിൽ ആ പൊതുഖജനാവിൻ്റെ ഒരു കാശും അവർ പറ്റാതിരിക്കണം. അതൊക്കെ തിരിച്ചു മേടിക്കണം. ഇവരുടെ സർവീസ് വാസ് സീറോ. ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇവരുടെ സർവീസ് അവരൊന്നും നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ പുച്ഛിച്ചു പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ വാസ് ബിഗ് സീറോ എന്ന് പറഞ്ഞ് അവർക്ക് ആ വാങ്ങിയ പെൻഷനൊക്കെ തിരിച്ചേൽപ്പിച്ചിട്ട് അവരത് വിളിച്ചു പറയട്ടെ, എനിക്ക് പെൻഷൻ വേണ്ട, എന്തിനാണ് ഇത്രയും വലിയ പെൻഷൻ, വയസ്സായ ആൾക്കാർക്കൊക്കെ ഒരു പെൻഷനേ വേണ്ടൂ. ഇവർ പണിയെടുത്ത സമയത്ത് ഇവർക്ക് കാശൊക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട്, സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അലവൻസസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആരോഗ്യ അലവൻസസ് ഒക്കെ ഉണ്ട്. അവരുടെ കുടുംബക്കാർക്ക് ഫാമിലി അലവൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ. പണിയെടുത്തതിന് ശേഷം ഇത്രയും വലിയ പെൻഷൻ ഇത്രക്കാർക്കൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? ഇത്രക്കാർക്ക് ഇത്രയും പെൻഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ വകുപ്പിനെ വിളിച്ചു പറയുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് വകുപ്പിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, കാശൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതും കഴിഞ്ഞിട്ട് പിന്നെയും പെൻഷനും എല്ലാ കാര്യങ്ങളും വാങ്ങി വകുപ്പിനെ തെറി വിളിക്കുന്നവർക്ക് ഇങ്ങനെ പെൻഷൻ കൊടുത്തുകൂടാ, അവർക്ക് എല്ലാ
എല്ലാവർക്കും 60 ഇയേഴ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പെൻഷൻ കൊടുക്കുകയല്ലേ വേണ്ടത്. ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കാശ് കൊടുക്കുന്നത് എന്താ? അത് അവർ പണിയെടുത്ത കാശിൻ്റെ ശമ്പളം അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ വെറുതെ കിട്ടുന്നത് കൊണ്ടാണ് ഈ അഹങ്കാരം പറയുന്നത്. പാവപ്പെട്ടവരുണ്ട്, ഇത് ഞങ്ങൾ മാത്രം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരോ. IPS IAS ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, വാങ്ങിയവർക്ക് കൊള്ളാം. അതിനുള്ള എമ്യൂണിറ്റീസും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് പെൻഷനും സാധാരണക്കാരെ സാധാരണക്കാരെ നികുതിക്കാരെ അടുത്ത് പെൻഷൻ വാങ്ങി. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ പെൻഷൻ നിർത്തലാക്കി എന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ആ രാഷ്ട്രം ഇങ്ങനെ നശിച്ചു പോയില്ലായിരുന്നു. ഇത് ഇന്ത്യക്കും കൂടി ഒരു താക്കീതാണ്. ഈ പെൻഷൻ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്കാണ് വെറുതെ കിട്ടുകയാണ് കാശ്. അവർ അർഹിക്കാത്ത കാശ് ഇങ്ങനെ കുറേ കിട്ടും. ഒരു വീട്ടിൽ 2 പേർ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, 2 പേരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് 1.5-2 ലക്ഷമൊക്കെയാണ് പെൻഷൻ വരുന്നത്. അവർ ജീവിക്കണതോ 90 വയസ്സ് വരെ. 90 വയസ്സ് വരെ നമ്മളെ ഈ പൊതുഖജനാവിലെ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുക. അതല്ല വേണ്ട, എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ കൊടുക്കുക. ഈ ശ്രീലേഖ IPS ഇപ്പോൾ പൊതുസമൂഹത്തിന് നൽകിയത് വളരെ വളരെ മോശമായൊരു സന്ദേശമാണ്. അത് അനുവദിച്ചുകൂടാ. നന്ദി, നമസ്കാരം.